പതുക്കെ ഒന്ന് വഴണ്ട് വരുവാണ്. നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഉള്ളി, ചെറിയ ഉള്ളി നമ്മുടെ നാടനാണല്ലോ. നാടൻ കേരളത്തിൻ്റെ മെയിൻ സാധനമായിരുന്നല്ലോ പണ്ട് ചെറിയ ഉള്ളി. ഇപ്പോഴാണ് പുറത്തുകൊണ്ടുവന്നത്. എല്ലാ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ചെറിയ ഉള്ളി. അസുഖങ്ങൾ വരാനാണോ വരാതിരിക്കാനാണോ? അസുഖങ്ങൾക്ക് നല്ലതാണ്. ഇനി ലേശം ഉപ്പ് മസാല ഇടാം. ചെറുള്ളി നല്ലതാണ്, അസുഖങ്ങൾ വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ ടേസ്റ്റും കൂട്ടും അല്ലേ? അതെ. കുറച്ച് ഉപ്പിട്ടു, കുറച്ചിരി മല്ലിപ്പൊടി. അതെ, കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, ഇച്ചിരി മുളക് പൊടി, മസാല പെരിഞ്ചീരകപ്പൊടി ലേശം, പിന്നെ മസാലപ്പൊടിയുണ്ട്. മസാലപ്പൊടി ഇത് ഗരം മസാലപ്പൊടി. അത് കുറച്ച് ഒന്ന് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്യണം. ലേശം കുരുമുളക്, നല്ല കുരുമുളക് ചതച്ച് ക്രഷ്ഡാണ് ശരിക്കും അല്ലേ? അതിട്ട് ഇളക്കാം. ഇതിടാവോ? ഇട്ടോട്ടെ. അതിൽ ഇച്ചിരി ഗ്രേവി ഉണ്ട്, അപ്പോൾ അതാകുമ്പോൾ മെൽറ്റാക്കി ഇട്ട് എല്ലാം കൂടെ. കരളിൽ ആ ഒരു മസാല, മുളക് പൊടിയും മറ്റേ പൊടിയും എല്ലാം കൂടി ചേർന്നതിൻ്റെ മസാല ആ ഒരു ഗ്രേവിയിലുണ്ട്. ആ ഗ്രേവി ഇപ്പോൾ ഇതിനകത്തോട്ട് ഗ്രേവിയും കരളും കൂടി തട്ടി, അപ്പോൾ ഇത്തിരി ഡ്രൈ മാറി ഇത്തിരി കൂടെ വീഴാനുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വറുത്തിട്ട് പേസ്റ്റാക്കി വെച്ചു. അതായത് എന്തൊക്കെയാണ്? ചെറിയ ഉള്ളി വെളുത്തുള്ളി വറുത്ത് പേസ്റ്റാക്കിയത്. അപ്പോൾ അതിങ്ങോട്ട് വയ്ക്കാം. അത് കുറച്ച് പകുതി വെച്ചോ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് പകുതി. ഇനി ഇതിൽ 2 പച്ചമുളകും ലേശം കറിവേപ്പിലയും. ഇത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പോവും, ഇതിൻ്റെ കളറെല്ലാം പോവുമല്ലേ. ഇതിട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പച്ച കളർ അങ്ങനെ കിടക്കും. ഇത് തൊണ്ടമുളക് നെയ്മുളകല്ലേ? സാമ്പാർ മുളകെന്നും പറയും, സാമ്പാർ മുളക് എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ പച്ചമുളക് കീറിയത്. അതെ, ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് കുത്തി അരിഞ്ഞത്. വലുതായിട്ട് അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഇടുന്നത്. നല്ലപോലെ ലേശം കൂട്ടട്ടെ. ഒന്ന് ഇളക്കി ലെവലാക്കി വരട്ടി എടുത്ത് വരട്ടി അങ്ങ് എടുക്കണം അല്ലേ? ഡ്രൈ ആണ് സാധനം. വരട്ടി അങ്ങ് വേണ്ട. ശരിക്കും ഇത് ഈ ഒരു പരുവത്തൊന്ന് ശരിക്കും ഒരു ഡ്രൈ ആയിട്ട് വേണം. ഷെഫിൻ്റെ ഒരു പ്രത്യേക ലിവറിലൊക്കെ അത് പിടിക്കണം നല്ലപോലെ മസാല. അത് ലിവറിലൊക്കെ ശരിക്കും അങ്ങ് പിടിക്കണം അല്ലേ? അതെ, നല്ലപോലെ പിടിക്കണം. പച്ചവെള്ളത്തിൻ്റെ കളർ ലേശം ഒന്ന് മാറുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ. ചോറും കൂട്ടി ഒരു ചൂടും ചോറും കൂട്ടി നിങ്ങൾ പിടിച്ചാൽ കയറി മൊത്തം തീരും. ഏകദേശം ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. പെട്ടെന്ന് ഏതാണ്ട് ലെവലായിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഇത് ഓഫ് ചെയ്യാം. റൈറ്റിലേക്കല്ലേ? അതെ, ഓഫായി. അപ്പോൾ നമ്മുടെ കരൾ കോഴിയുടെ ലിവർ ചെറിയ ഉള്ളി ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പഠിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് അച്ഛനും കൊടുക്കാണ്ട് ഒറ്റയ്ക്ക്. അപ്പോൾ നമ്മുടെ ലിവർ വരട്ടിയത്, ചെറുള്ളി ഇട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇത് പ്ലേറ്റിലോട്ടാക്കിയിട്ട് നമ്മുടെ അടുത്ത ഡിഷ് കണവ കുരുമുളക് ഇട്ടു. അപ്പോൾ അടുത്ത നമ്മൾ ഡിഷ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കണവ കുരുമുളക് ഇട്ടു. പറയാൻ ഇച്ചിരി പാടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ വരട്ടിയ കരൾ, ചെറുള്ളി ഇട്ട് വരട്ടിയ കരൾ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ കഴിക്കാൻ. ഇപ്പം അടുത്ത് നമ്മൾ കണവ കുരുമുളക് ഇട്ടത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുക. ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം, നമുക്ക് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. വറുത്തെടുക്കണം അല്ലേ? അപ്പം എണ്ണ ഒഴിക്കാൻ ഇത്ര ഒഴിച്ചോളൂ, 2 സ്പൂൺ ഒഴിച്ചോളൂ. നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിക്കും. ഉള്ളി വറുത്തെടുക്കണം. ഫയർ അല്പം ഒന്ന് കൂട്ടിയിട്ട് എണ്ണ നല്ലപോലെ ഒന്ന് ഹീറ്റായതിനു ശേഷം നമ്മുടെ സവോള. അതെ, നമ്മൾ സവോള പൊരിച്ചെടുക്കുകയാണല്ലേ? വറുത്തെടുക്കുകയാണ്. അപ്പോൾ സവോള അതിനകത്ത് നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് വറുത്ത് പോരും.
ആ ഇട്ടോളൂ, ചൂടായിട്ടുണ്ട്. ചൂടായിട്ടുണ്ടല്ലേ? ആ അതിൻ്റെ പകുതി ഇട്ടാൽ മതി. ഇത്ര? ആ ഇട്ടോളൂ, കുറച്ച് ചൂടാവും. അപ്പോൾ സവോള ഇട്ടിട്ടുണ്ട്, ഒന്ന് വറുത്തെടുക്കുക അല്ലേ? അതെ. ഇതിൻ്റെ കൂടെ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് ആയി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വയ്ക്കാം നമുക്ക്. ചതച്ചതല്ലേ? അതെ. ചതച്ച വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അയക്കുമ്പോഴത്തേക്കും ഇത് നമ്മളതിനകത്തോട് തട്ടും. നല്ല ഡ്രൈ ഡിഷാണ്. ഡ്രൈ ആണ്. അതെ, ഇതെല്ലാം കൂടെ വറുത്ത് നല്ല രീതിയിൽ ഡ്രൈ ആണ് ഈ ഡിഷ്. വറുത്ത് കോരുന്ന ഒരിത്. അതെ. ഇത് വറുത്തതിന് ശേഷം കണവ പിന്നെ നമ്മളിട്ട് എണ്ണയിൽ വറക്കില്ല, സോട്ട് ചെയ്തെടുക്കുക. പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ടാവും. പച്ച മാറിയത് ബ്രൗൺ കളറാണ്. ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുമ്പോൾ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവണവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ആവും, പെട്ടെന്നാവും. പച്ച കളർ ഇട്ട് കഴിഞ്ഞാൽ കണവ ഇത് വീഴുമ്പോൾ ഒന്നും കാണില്ല. പച്ച പച്ചപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകില്ല. ഇത് ഫ്രൈ ആകുമ്പോൾ കണവ സെപ്പറേറ്റ് കിട്ടും. ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതെ, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറിൽ കഴിക്കുമ്പോൾ ടേസ്റ്റും ആയിരിക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഇത് എന്തോരം കുറച്ച് അതിൻ്റെ പകുതി ഇട്ടോളൂ. ഇഞ്ചി ഇട്ടു. അതെ, അതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി. ആ അത്രയും വേണ്ട, അതിൻ്റെ പകുതി വരെ. ആ മതി. വെളുത്തുള്ളി ഇട്ടു. ഇനി അതിൽ നിന്ന് ഇഞ്ചി ഇട്ടു. 2 തൊണ്ടമുളക് അരിഞ്ഞത് 2 പീസ്. അപ്പം 2 പീസ് തൊണ്ടമുളകും കൂടി ഇതിനകത്തോട്ട് ഇടാൻ പോവാ കേട്ടാ. ആ ഇട്ടോളൂ. കറിവേപ്പില ഉണ്ട്, കറിവേപ്പില ഒരു 4 പീസ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ആ വേപ്പിട്ടപ്പോൾ ഒരു സ്മെല്ല്, ഫ്ലേവർ ശരിക്കും പറഞ്ഞു. അതിനാണ് കറിവേപ്പില എല്ലാത്തിലും ഇടുന്നത്. അത് ഫ്ലേവർ മാത്രമല്ല, അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് ബാക്കി കണവയുടെ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ വേറെ പാത്രം ഞാൻ സ്ട്രെയിനറിലോട്ട് ഒഴിക്കാം അല്ലേ? ഞാൻ കണ്ടെടുക്കണം വേണ്ട, സ്ട്രെയിനറിലോട്ട് ഒഴിക്കാം. ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ സ്ട്രെയിനറിലോട്ട് മാറ്റാൻ പോവാണ്.